എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിപിൻ വിജയൻ. ഞാനൊരു പെയിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റാണ്. സ്ട്രോക്ക് അതോ പക്ഷാഘാതം എന്നുള്ള വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യായാമങ്ങളെക്കുറിച്ചാണ്. സ്ട്രോക്കിൻ്റെ റീഹാബിലിറ്റേഷനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. റീഹാബിലിറ്റേഷൻ എന്നത് ഒരു അസുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. അതിൻ്റെ കാരണം ഈ അസുഖം നിങ്ങളിൽ ബാക്കി വയ്ക്കുന്ന എല്ലാ വൈഷമ്യതകളെയും എല്ലാ വിഷമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ജീവിതത്തിലത്തെ ആക്ടിവിറ്റികളെ എങ്ങനെ നിങ്ങൾക്ക് തുറന്നും ചെയ്യാനാകും എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ റീഹാബിലിറ്റേഷൻ ഒരു സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന ആ സമയം മുതൽ ഈ റീഹാബിലിറ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങേണ്ടതാണ്. സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ കൈകാലുകളിൽ തീരെ ബലമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കൈ എങ്ങനെയാണോ വെക്കുന്നത് അതേ രീതിയിൽ തന്നെ ആ കൈകളും കാലുകളും അതുപോലെ തന്നെ കുറേ സമയം തുടർന്നും അതേ പൊസിഷനിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് രീതിയിലല്ല നമ്മൾ വെക്കുന്നതെങ്കിൽ പലപ്പോഴും കൈമുട്ടുകളുടെയും അല്ലെങ്കിൽ തോളുകളുടെയും ഒക്കെ ചലനം കുറഞ്ഞു പോകാനും ക്രമേണ ഈവൻ സ്ട്രോക്ക് റിക്കവറായിട്ട് പേഷ്യൻ്റ് വീട്ടിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് സാധാരണ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ കൃത്യമായ പൊസിഷനിങ് സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം തുടക്ക സമയങ്ങളിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൈകാലുകൾ കൃത്യമായിട്ട് എങ്ങനെ ഏത് രീതിയിൽ കൃത്യമായിട്ട് വെക്കണം എന്നുള്ളത് നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്നതാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നീട് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, ഈ കൈകളുടെയും കാലുകളുടെയും ബലം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്യായാമങ്ങൾ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ രോഗിക്ക് സ്വന്തമായിട്ട് വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ എന്നാണ് പറയാറുള്ളത്. സാധാരണഗതിയിൽ ഒരു ബൈസ്റ്റാൻഡർ ഈ പേഷ്യൻറ്റിൻ്റെ കൈകളോ കാലുകളോ വേണ്ട രീതിയിൽ കയ്യിൽ എടുത്തുകൊണ്ട് ഓരോ സന്ധികളുടെയും മൂവ്മെൻറ്റ് മുഴുവനായിട്ടും ആ ചലനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കലാണ് നമ്മൾ ഈ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് അത്യാവശ്യമാണ്. കാരണം കുറേ സമയം ചലിക്കാതെ വരികയാണെങ്കിൽ എല്ലാ സന്ധികളിലും ചെറിയ സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ ടൈറ്റ്നെസ്സോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ അത് ഒരു എക്സ്ട്രീം കൺട്രാക്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ നോർമലി നമ്മൾ ശ്രമിച്ചാൽ പോലും ആ സന്ധികളുടെ ചലനം വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിലെങ്കിലും പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകളാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ തുടങ്ങേണ്ട കാര്യങ്ങൾ. ക്രമേണ സ്ട്രോക്കിൻ്റെ റിക്കവറി പാത്തിൽ കാണുന്ന അടുത്തൊരു സ്റ്റേജാണ് സ്പാസിസിറ്റി അല്ലെങ്കിൽ ചെറിയ ടൈറ്റ്നസ് വരിക എന്നുള്ളത്. ഈ ടൈറ്റ്നസ്സും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് വേണ്ട ചികിത്സ എന്നുള്ളത് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. കാരണം പ്രധാനമായിട്ടും ഈ മസിലുകളുടെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്പാസിറ്റി കൂടുന്നത് കൊണ്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സന്ധികളുടെ ചലനം കുറഞ്ഞു പോകാറുണ്ട്. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് കൈകൾ മടക്കാനോ നിവർത്താനോ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. കാലുകളിലും കാൽമുട്ടിലും ആങ്കിൾ ജോയിൻറ്റിലും ഒക്കെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് സന്ധികളുടെ മസിലുകളെയാണോ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചലനം ആ സ്ട്രെച്ച്ഡ് പൊസിഷനിൽ ഒരു 15 മുതൽ 20 അല്ലെങ്കിൽ 30 സെക്കൻഡ് വരെ ആ അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇത്ര ചെയ്താൽ മാത്രമേ ആ മസിലിൽ എഫക്റ്റീവ് ആവുകയും അത് ചെറുതായിട്ട് ആ മസിൽ റിലാക്സ് ചെയ്യുകയും ചെയ്യുകയുള്ളൂ. അല്ല വളരെ വേഗത്തിൽ ചെയ്യുന്ന ഈ വ്യായാമങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് രോഗിക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഗ്രാജുവലി സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നു. ചില സമയങ്ങളിൽ ഈ സ്ട്രെച്ച് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള സ്പ്ലിൻറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ഇതും നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി ഈ സ്പ്ലിൻറ്റുകൾ നിങ്ങൾക്ക് രോഗിക്ക് അനുസരിച്ച് രോഗിയുടെ അളവെടുത്തതിന് ശേഷം ഉണ്ടാക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. കാരണം റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഈ സ്പ്ലിൻറ്റുകൾ പലപ്പോഴും കറക്റ്റ് സൈസിലായിരിക്കണമെന്നില്ല, അത് നമ്മൾ ഉദ്ദേശിച്ച ഫലം തരികയുമില്ല. അപ്പോൾ ഈ സ്പ്ലിൻറ്റുകളുടെ കൃത്യമായ ഉപയോഗം തുടരേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഈ എക്സസൈസ് കൊണ്ടും സ്പ്ലിൻറ്റ് ഉപയോഗം കൊണ്ടും കുറയാത്ത ടൈറ്റ്നസ്സിന് പല സമയങ്ങളിലും നമുക്ക് ചില ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരാറുണ്ട്. ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചെക്ഷൻ പോലെയുള്ള ചില ഇഞ്ചെക്ഷൻസാണ് ഈ സ്പാസിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്ലോഫിൻ അല്ലെങ്കിൽ ഡയസിപ്പാം പോലുള്ള ചില ടാബ്ലറ്റുകൾ നമ്മൾ ഈ സ്പാസിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എക്സസൈസുകളും സ്പ്ലിൻറ്റുകളുടെ ഉപയോഗവും ഈ മരുന്നുകളുടെ ഉപയോഗവും സ്പാസിറ്റി നിയന്ത്രിക്കാനായിട്ട് രോഗിയെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കാരണം സ്പാസിറ്റി നിയന്ത്രിക്കേണ്ടത് റിക്കവറിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രോഗിയെ അദ്ദേഹത്തിൻ്റെ അസുഖം വരുന്നതിന് മുമ്പുള്ള ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്പാസിറ്റി നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. സ്പാസിറ്റി ക്രമേണ നോർമൽ മസിൽ പവറിലേക്കാണ് രോഗിയെ കൊണ്ട് എത്തിക്കാറുള്ളത്. സ്ട്രോക്കിൻ്റെ റിക്കവറിയുടെ ഭാഗമായിട്ട് വരുന്ന മസിലിൻ്റെ ബലക്കുറവുകളെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ചികിത്സിക്കാനായിട്ട് നമുക്ക് ചില രീതിയിലുള്ള എക്സസൈസുകൾ ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ചെറിയ ഭാരം ഉപയോഗിച്ചുള്ള എക്സസൈസുകളാണ് ഈ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നിങ്ങൾക്ക് ചെറിയ ഡംബലുകളോ അല്ലെങ്കിൽ തെറാബാൻഡ് പോലുള്ള ചില ഇലാസ്റ്റിക് ബാൻഡുകളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. സ്ട്രോക്ക് ബാധിച്ച രോഗിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് നടക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നടത്തത്തിന് വേണ്ട ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗൈഡ് ട്രെയിനിങ് എന്നാണ് നമ്മളിതിനെ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് തുടക്കത്തിൽ പേഷ്യൻ്റ് എണീറ്റ് നിൽക്കാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടി ഒന്നെങ്കിൽ ആദ്യമേ ഒരു ബൈസ്റ്റാൻഡർ സപ്പോർട്ടോട് കൂടി പേഷ്യൻ്റ് നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ക്രമേണ കൈകളിലെ പവറുകൾ തിരിച്ചു കിട്ടുന്ന പേഷ്യൻസിനാണെങ്കിൽ ഒരു വാക്കർ ഉപയോഗിച്ച് നടക്കുന്നത് നല്ലതായിരിക്കും. ക്രമേണ വാക്കറുകൾ മാറ്റി നമുക്ക് ഫോറാം ക്രച്ചസ് പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് സ്റ്റിക്ക് പോലുള്ള കാര്യങ്ങളോ ഉപയോഗിച്ച് നമ്മൾ പേഷ്യൻ്റ് നടത്താനുള്ളത് അത്യാവശ്യമാണ്. കൃത്യമായിട്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്പാസിറ്റി എല്ലാം നോർമലാക്കി കൊണ്ടുവന്നാൽ മാത്രമേ പേഷ്യൻ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റ് സഹായങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഒരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ്. ഒരാൾ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെ മെയിൻ ടീമിൽ നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ ഉണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും. സ്പീച്ച് പ്രോബ്ലം ഉള്ള ആളുകളിലാണെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും. ചില സമയങ്ങളിൽ മെൻ്റൽ സ്ട്രെസ്സുള്ള ആളുകളിൽ, ഡിപ്രഷനുള്ള ആളുകളിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്കൊരു സൈക്യാട്രിസ്റ്റിനോ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാറുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണ്ട സ്പ്ലിൻറ്റുകൾ ഉണ്ടാക്കുന്ന ഓർത്തോട്ടിസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്ക് വന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നോർമൽ ലൈഫിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബെനിഫിറ്റ് കൂടാതെ തന്നെ മാനസികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജസും അതുകൊണ്ട് അദ്ദേഹത്തിന് നേടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റീഹാബിലിറ്റേഷന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വേണ്ട രീതിയിലുള്ളൊരു സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ക്രമേണ നമുക്ക് ആ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പല കാര്യങ്ങളും രോഗികൾ നമ്മളോട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾക്കും അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരാളുടെ അസുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈകല്യം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തടയേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. ആ വൈകല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ ഗ്രാജ്വലി ക്രമേണ പല മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റൽ ഇൻ്റർഫറൻസ് വഴി നമുക്കത് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീഹാബിലിറ്റേഷനുള്ള പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പലരുടെയും വീടുകളിൽ സ്ട്രോക്കുള്ള രോഗികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ സ്ട്രോക്കുള്ള രോഗികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ സ്ട്രോക്ക് എന്ന ഈ ബുദ്ധിമുട്ടുമായിട്ട് കഷ്ടപ്പെട്ട് ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അവർക്ക് ഈ അറിവുകൾ നിങ്ങൾ പകർന്നു കൊടുക്കുക. അവർ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഒരു 6 മാസത്തിനകത്ത് വരുന്ന റിക്കവറി മാത്രമേ പേഷ്യൻ്റ് ഉണ്ടാവാറുള്ളൂ, അതിനുശേഷം റിക്കവറി ഒന്നും കാര്യമായിട്ട് ഉണ്ടാവാറില്ല എന്നൊക്കെയായിരുന്നു പണ്ട് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പല പഠനങ്ങളും പറയുന്നത് സ്ട്രോക്കിന് റിക്കവറിക്ക് പ്രത്യേകിച്ച് യാതൊരു ടൈം പീരീഡുമില്ല. നമ്മൾ ചെയ്യുന്ന നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ച് നിങ്ങളുടെ റിക്കവറിയും എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്കത് ലഭ്യമാകുമെന്ന് തന്നെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന വ്യായാമങ്ങളും ഉപയോഗിക്കുന്ന സ്പ്ലിൻറ്റുകൾ, ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ അതാത് സമയത്ത് നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഫിസിഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ വരുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തോട് ചോദിച്ച് അതിനുള്ള മറുപടികൾ അല്ലെങ്കിൽ അതിനുള്ള ഉപായങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങളുടെ തിരിച്ച് നോർമൽ അസുഖത്തിന് മുമ്പുണ്ടായിരുന്നൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിച്ചെത്തിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്ട്രോക്ക് എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ റീഹാബിലിറ്റേഷനെ കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.